ഓക്കെ, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് 8:30 ആണ് നമ്മുടെ ടൈം. ആ ടൈമിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം കൂടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞതിന്, ഈ ഒരു ആശയം പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്നതിനൊക്കെ ആ പരമമായ ശക്തിക്ക് നന്ദി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് സ്ട്രെസ് ഈസ് നാച്ചുറൽ. സ്ട്രെസ് എന്ന് പറയുന്നത് സ്വാഭാവികമാണോ, സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണോ സ്ട്രെസ്? ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്ട്രെസ് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണോ അല്ലയോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ചാറ്റിലൂടെ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞതിന് ശേഷം വീണ്ടും മ്യൂട്ട് ആക്കിയാൽ മതി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്ട്രെസ് നാച്ചുറൽ ആണോ? നമ്മുടെ മനസ്സിലെ ചിന്തകളെ കൊണ്ടുണ്ടാകുന്നതാണ് സ്ട്രെസ്. യെസ്, നമ്മുടെ മനസ്സിലെ ചിന്തകളെ കൊണ്ട് ഉണ്ടാകുന്നതാണ് സ്ട്രെസ്. ഓക്കെ, നെഗറ്റീവ് ചിന്തകളെ കൊണ്ട്. ഓക്കെ, താങ്ക് യു ടീച്ചറെ. അപ്പൊ സ്ട്രെസ് നമ്മുടെ ചിന്തകളെ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് നിർമ്മല ടീച്ചർ പറഞ്ഞത്. അപ്പൊ അത് നാച്ചുറൽ അല്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വന്നത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? ചാറ്റിൽ നിങ്ങൾ ഇട്ടാ മതി, യെസ് ഓർ നോ ഇട്ടാ മതി, നോ പ്രോബ്ലം. ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോ സർവ്വസാധാരണമായിട്ട് പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ്. ഈ വാക്കൊന്ന് കുറെ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി എന്താ സംഭവിക്കുന്നതെന്നറിയാം. ഞാൻ പറയുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ എല്ലാരും എന്ത് കാര്യം ചോദിച്ചാലും പറയും, ഓ ഐ ആം സ്ട്രെസ്, ഐ ആം സ്ട്രെസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ട്രെസ് ഇല്ല എന്ന് പറയുന്നത് എന്തോ ഒരു കുറവ് ആണെന്ന രീതിയിലേക്ക് പോലും മാറിയിട്ടുണ്ട്. അത്രയ്ക്കൊരു സാധാരണ ഒരു കാര്യമായിട്ട് ഈ സ്ട്രെസ് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്ട്രെസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടോ സ്ട്രെസ്സിലൂടെ? സോർണോ, സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്? യെസ്, സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് എന്താണ് എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്ട്രെസ്സിലൂടെ കടന്നുപോയ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പറയാമോ? ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഒക്കെ. എല്ലാവർക്കും പറയാം കേട്ടോ. നിങ്ങൾ സ്ട്രെസ്സിലൂടെ കടന്നു പോയി എന്ന് തോന്നുന്ന ഒരു സന്ദർഭം. ഇവിടെ ഇരിക്കുന്ന എല്ലാരും പറഞ്ഞോളൂ. ഞാൻ പറയാം, എനിക്ക് ഇന്ന് പറ്റിയൊരു അമളി തന്നെ ഞാൻ പറയാം. ലിഫ്റ്റ് കയറി എന്നിട്ട് നിലയുടെ മോളേന്ന് താഴേക്ക് ഇറങ്ങണം. എന്നിട്ട് ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാതെ ഞാനത് കുറച്ചു നേരം നിൽക്കുകയാണ്. ഇന്നപ്പം എന്റെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര വെപ്രാളം വന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ശ്വാസം മുട്ടൂല. ഇപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി. അപ്പൊ എന്നിട്ട് ഞാൻ വീണ്ടും എന്നാ നോക്കുമ്പോ കറണ്ട് ഉണ്ടല്ലോ, എന്നാ വീണ്ടും ഡൗൺ ആകാന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ ഗ്രൗണ്ട് പ്രസ് ചെയ്യാൻ വിട്ടുപോവുകയാണ്. എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, എങ്ങനെയോ അതൊന്ന് മിസ് ചെയ്തു. പക്ഷെ വീണ്ടും ഇത് ഓഫായപ്പോ എനിക്ക് വെപ്രാളമായി. അപ്പൊ ഞാൻ മോളെ ഫോൺ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ഫോൺ ചെയ്യാൻ നോക്കുമ്പോ ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇത് വീണ്ടും ഓപ്പൺ ആയപ്പോ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആ ലേഡിയോട് ചോദിച്ചു, എന്താ ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ, എന്താ പ്രശ്നം? അപ്പോഴാണ് ലേഡി വേഗം കയറി വന്നിട്ട് ഗ്രൗണ്ട് പ്രസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ എത്ര പ്രാവശ്യം ദൃഷ്ടി കയറിയിട്ടുള്ളതാ ഞാൻ. ഇങ്ങനത്തെ മണ്ടത്തരം വേറെ ആരോടും പറയാൻ കൂടെ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ അല്ല, ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ നമുക്ക് ഒരു ഇച്ചിരി പേടിയുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറി കഴിയുമ്പോ നമ്മൾ മറന്നു പോകും. എന്താ ചെയ്യേണ്ടത്, ഇത് പ്രസ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുപോലെ ജീവിതത്തില് നമ്മളെ സ്ട്രെസ്സിലൂടെ കടന്നുപോയി ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് തൊട്ടേ ഇപ്പൊ UKG LKG ഒക്കെ മുതലേ എക്സാംസ് ഉണ്ട്. അപ്പൊ ആ ഓരോ പരീക്ഷകൾ വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്, പരീക്ഷ വരുന്ന എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുന്നു. അതുപോലെ നമ്മുടെ ജോലി സ്ഥലങ്ങളില്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളില്
പല സന്ദർഭങ്ങൾ വരുമ്പോൾ ജോലിയുടെ ഭാരം കൂടുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഐ ഫീൽ സ്ട്രെസ്ഡ്. ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. വീട്ടു ജോലി, ഇപ്പോ ജോലിയുള്ള ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലെ ജോലി തീർക്കണം, അവരുടെ സ്ഥാപനത്തിലേക്ക് പോകണം. അങ്ങനെയാകുമ്പോൾ രാവിലെ വെച്ചിരുന്ന് എഴുന്നേക്കാൻ താമസിച്ചാൽ തന്നെ അവരെന്ത് ചെയ്യും, ആകെ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. കാരണം വീട്ടിലെ ജോലി തീർക്കണം, പിന്നെ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഐ ഫീൽ സ്ട്രെസ്ഡ്, ഐ ഫീൽ സ്ട്രെസ്, എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എന്ന് പറയുന്നത് ശരിക്കും ഇത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാല്, ശരിക്കും പരീക്ഷ കാരണം സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ തന്നെ എടുത്തത്. പരീക്ഷയിൽ സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഒരുപാട് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകാറുണ്ട് അല്ലേ? അതെ. അതായത് നമ്മളിപ്പോ ഫുൾ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഒത്തിരി പഠിച്ചു കഴിയുമോ? പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ? എനിക്കെല്ലാം ഓർമ്മ വരുമോ? ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു. അപ്പൊ ശരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷറാണ്. ഈ പ്രഷറിനെയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ കൃത്യസമയം, എനിക്ക് ഇത്ര സമയം കൊണ്ട് എല്ലാ ജോലിയും ചെയ്ത് തീർക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ നമുക്ക് പ്രഷറാണ് ഉണ്ടാവും അല്ലേ? അതുപോലെ ഇപ്പൊ ജോലി സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ബോസ് നമ്മളോട് പറയാണ് ഇന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഈ ജോലി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ആൻസൈറ്റി, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കൃത്യസമയത്ത് എനിക്ക് തീർക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരു ആങ്സൈറ്റിയാണ് നമുക്കുണ്ടാകുന്നത്. ഈ ആങ്സൈറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെസ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഈ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ പെയിൻ ആണ്. ഫീലിംഗ് ഓഫ് ഇമോഷണൽ പെയിൻ ആണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ സ്ട്രെസ് എന്നൊരു വാക്കിൽ അതിനെ അങ്ങ് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓരോ സന്ദർഭങ്ങളിലും അവിടെ നമുക്ക് ആങ്കർ ആണോ, സാഡ്നെസ് ആണോ, ഡിസപ്പോയിന്റ്മെന്റ് ആണോ, വറീസ് ആണോ, എന്താണ് ഉണ്ടായത് എന്ന് അനലൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ ഒതുക്കും, സ്ട്രെസ്, ഐ ഫീൽ സ്ട്രെസ് എന്ന് പറയും. ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയോട് അല്ലെങ്കിൽ ഒരു സംഭവത്തിനോട് നമുക്കുണ്ടാകുന്ന ഇമോഷണൽ പെയിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബോഡി ചില ചലഞ്ചസിലും ചില ഡിമാൻഡുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. തലകറങ്ങി വീഴുക, ബോധം കെട്ട് വീഴുക, ഇങ്ങനെയൊക്കെ ബോഡി റിയാക്ട് ചെയ്യുന്നതും നമ്മൾ സ്ട്രെസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഇമോഷണൽ പെയിൻ ആണ്. പക്ഷെ ആ പെയിനെ നമ്മൾ തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ സ്ട്രെസ് എന്നുള്ള വാക്കിൽ അത് ഒതുക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ. എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, വീട്ടിലെ ജോലിയുടെ കാര്യം പറഞ്ഞു, ഓഫീസിലെ വർക്കിന്റെ കാര്യം പറഞ്ഞു, എവിടെയെങ്കിലും പോകുമ്പോൾ കൃത്യസമയത്ത് എത്താതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഓരോ അവസ്ഥകളെയും നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. എക്സാം, എല്ലാവരും എക്സാമിന് സ്ട്രെസ്സിൽ കൂടി, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ ഇമോഷണൽ പെയിൻ എന്നാണ് എനിക്ക് പറയുക. സ്ട്രെസ് എന്നുള്ള വാക്കിനേക്കാൾ ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പെയിൻ, ഫീലിംഗ് ഓഫ് ഇമോഷണൽ പെയിൻ ആണ്. എക്സാം എഴുതുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു ഇമോഷണൽ പെയിനിലൂടെ ആണോ കടന്നു? എക്സാം എഴുതുന്ന എത്രയോ പേര് അത് ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ നമ്മൾ ഒരു ദിവസം പരീക്ഷ ഇടുമെന്ന് പറഞ്ഞാൽ ആ ദിവസം പരീക്ഷ ഇട്ടില്ലെങ്കിൽ അവർ ചെന്നുടനെ ചോദിക്കും, ടീച്ചർ ഇന്ന് പരീക്ഷ ഇല്ലേ? അപ്പൊ അതിനെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരും. അതുപോലെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ ജോലി, അതിനെ ഒരു ഭാരമായ ഒരു ബേർഡൻ ആയിട്ട് എടുക്കാതെ വളരെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ചെയ്യുന്നു. വീട്ടിലെ ജോലി, അപ്പൊ 2 തരത്തിലുള്ള റെസ്പോൺസും അവിടെ നടക്കുന്നുണ്ട്. ഒരു ഇവന്റിനോട് 2 തരത്തിലുള്ള റെസ്പോൺസ് ആണ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് വളരെ റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് അതിനെ ചെയ്യുന്നു. 2 എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പെയിൻ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അത് സാഡ്നെസ് ആവാം, ആങ്കർ ആവാം,
അങ്ങനെ ആങ്സൈറ്റി ആവാം, എന്തുമാവാം. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെ അല്ലേ ഈ സ്ട്രെസ് ഓർ ഇമോഷണൽ പെയിൻ? എന്ത് പറയുന്നു? സ്ട്രെസ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? യെസ് ഓർ നോ? അതെ. യെസ്, താങ്ക് യു. അപ്പൊ സ്ട്രെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം. നമുക്കറിയാം നമ്മളെ തന്നെ വിളിക്കുന്നത് ക്രിയേറ്റേഴ്സ് ആണ്. ദൈവം നമ്മളെ ഒരു സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് തന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിനെ പോലെ അതേ കഴിവ് തന്നാണ് നമ്മളെ എന്തും സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ്. ഇനിയിപ്പോ അത് അങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണെന്ന് നമുക്ക് കരുതുകയാണെങ്കിൽ വി ആർ കോ ക്രിയേറ്റേഴ്സ് എന്നെങ്കിലും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിനെ നമുക്ക് അൺക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാനും അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഇമോഷണൽ പെയിൻ നമ്മൾ സൃഷ്ടിക്കുന്നതായതുകൊണ്ട് തന്നെ വി ക്യാൻ അൺക്രിയേറ്റ് ഇറ്റ് ഓർ റീക്രിയേറ്റ് ഇറ്റ് ഓർ ട്രാൻസ്ഫോം ഇറ്റ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഇമോഷണൽ പെയിനെ നമുക്ക് തീർച്ചയായിട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അൺക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്ലസ് ഹീൽ ചെയ്യാനും പറ്റും. നമ്മളൊരു ബുദ്ധയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ആ കഥ അറിഞ്ഞുകൂടാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. ഒരിക്കൽ ബുദ്ധ തന്റെ ശിഷ്യന്മാരോടൊപ്പം കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സമയം അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു. ആ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോ ദൂരെ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്റെ ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പോയി അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞു. ഈ ശിഷ്യൻ എന്ത് ചെയ്തു? വെള്ളം എടുക്കാനായിട്ട് ആ നദിക്കരയിലേക്ക് പോയി. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ശിഷ്യൻ അവിടെ ആനന്ദൻ എന്ന ആ ഒരു ഭിക്ഷു എന്നാണ് എന്റെ ഓർമ്മ, ആ ഒരു ബുദ്ധ സന്യാസിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ഒരു കാളവണ്ടി അതിലൂടെ കടന്നു പോവുകയും ആ നദിയിലെ ജലം, ആ അരുവിയിലെ ജലം മുഴുവൻ കലങ്ങി മറിയുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. എന്നിട്ട് എന്റെ ഗുരുവിന് അദ്ദേഹം ആവശ്യപ്പെട്ട ആ ജലം, അദ്ദേഹം ദാഹിച്ചിരിക്കുന്ന ആളാണ്, എനിക്ക് കൊടുക്കാൻ പറ്റുമോ, ഞാൻ എന്ത് ചെയ്യും എന്ന് വല്ലാതെ പരിഭ്രമിച്ച് ഓടി ബുദ്ധനോട് ചെന്ന് പറഞ്ഞു, അല്ലയോ പ്രഭോ, ആ വണ്ടി പോയി, എനിക്ക് വെള്ളം എടുക്കാൻ സാധിക്കുന്നില്ല, വെള്ളം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബുദ്ധൻ പറഞ്ഞൊരു വാക്ക്, നീ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, അത് തെളിയും. എന്ത് ചെയ്തു? ഈ ആനന്ദ ഭിക്ഷു അവിടെ ചെന്നിട്ട് ബുദ്ധൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? അവിടെ കുറച്ചു നേരം ക്ഷമയോടുകൂടി കാത്തിരുന്നു. ക്രമേണ ആ വെള്ളം തെളിഞ്ഞു. അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുചെന്ന് തന്റെ ഗുരുവിന് കൊടുക്കാനും പറ്റി. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഇമോഷണൽ പെയിന്, പക്ഷെ നമ്മളവിടെ ആക്ഷൻ എടുക്കണം കേട്ടോ. വെറുതെ കാത്തിരിക്കുക മാത്രമല്ല, അവിടെ ആ ഒരു ബുദ്ധസന്യാസി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ക്ഷമയോടെ അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹം അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കി. വെള്ളം തെളിഞ്ഞു, അപ്പൊ വെള്ളവും എടുത്തോണ്ട്. അപ്പൊ നമ്മളുടെ ഇമോഷണൽ പെയിൻ, ഞാൻ ഇനി സ്ട്രെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, അത് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇമോഷണൽ പെയിൻ എന്നുള്ള വാക്കാണ് പറയുന്നത്. ആ പെയിനെ നമുക്ക് അൺക്രിയേറ്റ് ചെയ്യാനും റീക്രിയേറ്റ് മീൻസ് അതിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു, ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ നമ്മൾ ക്ഷമയോടുകൂടി അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ പെയിനെയൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ അതിനെ അൺക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, റീഫ്രെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ റീക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ, എനിക്ക് ആ വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണോ തോന്നി. ഇപ്പൊ റീഫ്രെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഇമോഷണൽ പെയിനെ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇമോഷണൽ പെയിൻ നമ്മളെ ഡെയിലി ടാസ്കിനെ ബാധിക്കും. നമ്മള് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ ബാധിക്കും. ഓരോ ദിവസവും നമുക്ക് ചില പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മുന്നോട്ട് പോകാനുള്ള, അതിനെ ബാധിക്കും. ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, നമ്മുടെ പേഴ്സണൽ വെൽബീയിങ്ങിനെ ബാധിക്കും, ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. പ്ലസ് നമ്മുടെ സോൾ എന്ന് പറയുന്നത് അതിശക്തമായ, വളരെ അനുകൂലമായ കുറെ ഇമോഷൻസ് ഉള്ളതാണ് നമ്മുടെ സോൾ. അതിന്റെ ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം, ലവും പ്യൂരിറ്റിയും പവർഫുള്ളും പീസ്ഫുള്ളും വൈസും ബ്ലിസ്ഫുള്ളും ഒക്കെ ആയ ഹാപ്പി ആയിട്ടുള്ള ആ സോളിലേക്ക് നമ്മൾ പകരം വെച്ചു കൊടുക്കുന്നത് ആങ്കറും ഡിസപ്പോയിന്റ്മെന്റും വറീസും
ആങ്സൈറ്റിയും സാഡ്നെസ്സും ഇങ്ങനെയുള്ള ഇമോഷൻസ് ആണ്. അപ്പൊ നമ്മുടെ ആ സോളിന്റെ ഒറിജിനൽ ക്വാളിറ്റിയെ മാറ്റിയിട്ട് ഇതെല്ലാം നമ്മൾ ആ സോളിലേക്ക് കൊടുക്കും. ആ സോളിന്റെ ആ ഇന്നർ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിന്റെ പവർ ഉണ്ട്, അതിനെ യൂസ് ചെയ്ത് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ലൈഫിനെ ഫുള്ളായിട്ട് ബാധിക്കും. അപ്പോഴാണ് നമ്മൾ സ്റ്റക്ക് ഫീലിംഗ് നമ്മളിലേക്ക് വരുന്നത്, നമുക്ക് തടസ്സങ്ങൾ വരുന്നത്, നമുക്ക് മുന്നോട്ട് ഒഴുകാൻ പറ്റാതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഈ ഇമോഷണൽ പെയിൻസിനെ ട്രാൻസ്ഫോം ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്യും. അപ്പൊ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സെഷന്റെ ലാസ്റ്റ് പറയാം. നമുക്ക് ഈ ടോപ്പിക് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഒരു ഉത്കണ്ഠയും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയും മാറ്റുന്നില്ല. നമ്മൾ ഒരുപാട് ഉത്കണ്ഠപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ പരീക്ഷ ഞാൻ പറയുന്നത് നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റും. SSLC എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു 2 months മുമ്പേ ക്വസ്റ്റ്യൻ റെഡിയാണ്. ഒരു 3 സെറ്റ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി, ഇപ്പൊ അതിന് മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെക്കും. അതിലൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ മോഡൽ എക്സാമിന് എടുക്കുന്നത്, അതിലൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫൈനൽ എക്സാമിന് എടുക്കുന്നത്. അപ്പൊ ഓൾറെഡി റെഡിയാണ്, അവിടെ ചോദ്യങ്ങൾ റെഡിയാണ്. അപ്പൊ നമ്മൾ ഉത്കണ്ഠപ്പെട്ട് അയ്യോ എന്ത് ചോദ്യം വരും എന്ത് ചോദ്യം വരും എന്ന് പറഞ്ഞ് ആങ്സൈറ്റി എടുത്ത് നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഊർജം നമ്മൾ വേസ്റ്റ് ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പരീക്ഷ എങ്ങനെ ഞാൻ എഴുതും, എങ്ങനെ എഴുതും, എങ്ങനെ എഴുതും എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അതിനുവേണ്ടി പഠിക്കുക, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം അവിടെ ക്വസ്റ്റ്യൻ റെഡിയാണ്. നമ്മൾ എത്ര ഉത്കണ്ഠപ്പെട്ടാലും ആ ചോദ്യം മാറില്ല, ആ ക്വസ്റ്റ്യന് മാറ്റമില്ല, അത് തന്നെയാണ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം. നമുക്കിപ്പോ ഒരിടത്ത് ഒരു 10:30 എത്തണം, നമ്മളൊരല്പം താമസിച്ചു പോയി, അയ്യോ ഞാൻ താമസിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ പറയും തോറും നമ്മുടെ എനർജി ഡ്രെയിൻ ആവും, നമ്മൾ ഡൗൺ ആയി. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല നമുക്ക് 10:30 ഒരിക്കലും എത്താനും സാധിക്കില്ല. അത് ചിലപ്പോ 11 ആവും, 11:15 അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഇറങ്ങും, നമ്മൾ വിചാരിക്കും പ്രകൃതി നമുക്ക് അനുകൂലമായിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതിനതിൻ്റെതായിട്ടുള്ള പ്രകൃതിയുടേതായിട്ടുള്ള വഴികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് മഴ പെയ്താൽ നമുക്ക് ബുദ്ധിമുട്ട്, ചൂടായാൽ നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് വല്ല, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു, നമ്മളപ്പോഴൊക്കെ എന്തൊരു ചൂട് എന്തൊരു ചൂട്, നമ്മളിങ്ങനെ പറയും തോറും നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത്, ആ നെഗറ്റീവ് എനർജി നമ്മൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ ചൂട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ചൂട് കുറയുമോ? കുറയില്ലെന്ന് മാത്രമല്ല, അത് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ചൂടാന്ന് പറഞ്ഞിരുന്ന നമ്മളിപ്പോ മഴ പെയ്തപ്പോ നമ്മൾ പറയുന്നത് എന്തൊരു മഴയാ, അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. അപ്പൊ എന്തോ മഴയാണ് എന്തോ ചൂടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആങ്സൈറ്റി ആയാലും ഉത്കണ്ഠപ്പെട്ടാലും കുറ്റപ്പെടുത്തിയാലും ഡിസപ്പോയിന്റ്മെന്റ് ചെയ്താലും ഒരു മാറ്റവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റ് സാഡ്നെസ് ഇങ്ങനെയുള്ള, ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി, നമ്മൾ ഭയങ്കര സാഡ്നെസ്സിൽ ദുഃഖിച്ച് ഇരുന്നിരുന്നിരുന്നിരുന്ന് നമ്മൾ അങ്ങനെ ഇരിക്കാം എന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? പകരം ആ പോയ സോളിന് ലൈറ്റും ലവും ഒക്കെ കൊടുത്ത് അവരെ സ്നേഹപൂർവ്വം പറഞ്ഞയച്ച് അവരോടൊപ്പം നമ്മൾ ചിലവഴിച്ച ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന എന്താ അവിടെ സംഭവിക്കുക? എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? പോയ ആൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അപ്പൊ ഒരു ഉത്കണ്ഠയും ഒരു സങ്കടങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോഴും ഞാനൊരു കഥ ഓർക്കുന്നു, അക്ബർ ചക്രവർത്തിയുടെ ഒരു കഥ. ഇത് കേൾക്കാത്ത, ഈ പറഞ്ഞത് ഇതൊന്നും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല, എങ്കിലും സാന്ദർഭിക വശാൽ ഓർത്തത് കൊണ്ട് പറയും. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, എനിക്ക് എന്റെ ഈ ചുവരിൽ എഴുതി വെക്കാൻ ഒരു വാചകം വേണം. അത് കാണുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തോഷിക്കണം, സന്തോഷിച്ചിരിക്കുന്നവർക്ക് ദുഃഖവും വേണം. അതായത് എന്റെ ഉദ്ദേശം അമിതമായ ആഹ്ലാദവും അമിതമായ ദുഃഖത്തിൽ ഒരു മനുഷ്യൻ മുഴുകാൻ പാടില്ല. അതാണ് എന്റെ ആവശ്യമെന്ന് ബീർബലിനോട് പറഞ്ഞു.
അപ്പൊ ജ്ഞാനിയായ ബീർബല് അവിടെ എഴുതി വെച്ച ഒരു വാചകം, ഈ സമയവും കടന്നുപോകും. എത്ര 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 അർത്ഥവത്തായ വാക്കുകളാണ് അല്ലെ. നമുക്കറിയാം ഒന്നും പെർമനന്റ് അല്ല, ഒരു കാര്യവും സ്ഥായിയായി, എല്ലാം മാറ്റമാണ്. പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമി നിരന്തരം ചലിച്ചു, നമ്മൾ പഠിക്കുക അതിന്റെ അച്ചുതണ്ടിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ മാറ്റത്തിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റാത്തത്? ഇപ്പോ പുഴ ഒഴുകുന്നു എന്ന് നമുക്കറിയാം. ഒരു പ്രാവശ്യം ഒരു പുഴ ഒഴുകുന്ന അതേ വെള്ളത്തിനെ നമുക്ക് വീണ്ടും കോരിയെടുക്കാൻ സാധിക്കില്ല. അത് ഒഴുകി അങ്ങ് പോയി, പിന്നെ അതില്ല. ഇപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് 8:53 ഈ ഒരു സമയം, ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു സമയം ജൂൺ 18, 2024 8:53 എന്നൊരു സമയം ഇനിയില്ല. ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയം കടന്നു പോകും. സന്തോഷമുള്ള ഒരാള് അത് കാണുമ്പോൾ അയാൾ ഭയങ്കര അമിത ആഹ്ലാദത്തിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ അത് കാണുമ്പോ അയ്യോ ഈ സമയം കടന്നു പോകും, ഇത് അപ്പൊ അമിതമായി ആഹ്ലാദിച്ചിരിക്കുന്ന ഈ ടൈം മാറും എന്നൊരു ചിന്ത അയാൾക്കുണ്ടാവും. വളരെ ദുഃഖിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഇത് കാണുമ്പോൾ എന്റെ ഈ ദുഃഖകരമായ അവസ്ഥ മാറും എന്നൊരു ചിന്തയുണ്ടാകും. നമ്മൾ ഒരിക്കലും അമിതമായ ആഹ്ലാദത്തിലോ അമിതമായ ദുഃഖത്തിലോ മുഴുകുന്നത് നല്ലതല്ല. ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് നമുക്ക് എപ്പോഴും നിന്നത്. ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. ആ ബാലൻസ് എവിടെയെങ്കിലും തെറ്റിയാൽ അതിൻ്റെതായ ഒരുപാട് വിപത്തുകൾ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാം ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. നമ്മളും പോകേണ്ടത് എങ്ങനെ തന്നെയാണ്? ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. അമിതമായ ആഹ്ലാദവും അമിതമായ ദുഃഖത്തിലും മുഴുകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചുവരിൽ, നമ്മുടെ വീടിന്റെ ചുമരിൽ നമ്മൾ കാണുന്നിടത്ത് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ജ്ഞാനം നിറഞ്ഞ ഒരു സെന്റൻസ് തന്നെയാണ് ഈ സമയവും കടന്നു പോകും. അപ്പൊ നമ്മളുടെ ഇമോഷണൽ പെയിൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു. നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ പോകണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സ്ട്രെസ്സിനെ ഇമോഷണൽ പെയിൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സങ്കടമാണ് ഉള്ളത് എങ്കിൽ ഞാൻ ഇതിനെ എന്തായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്? ഈ സങ്കടത്തിനെ ഞാൻ എന്തായിട്ടാണ് റീഫ്രെയിം ചെയ്യേണ്ടത്? ഈ സങ്കടത്തിനെ ഞാൻ ഹീൽ ചെയ്ത് എന്താക്കണം? സങ്കടം ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിലായി. ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിലേക്ക് പോകാൻ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മളുടെ അതിനൊക്കെ അൺക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു ഒരു ചിന്ത നമുക്ക് നമ്മളിൽ തന്നെ രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഇമോഷണൽ പെയിൻ ആണെന്ന് മനസ്സിലായി, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലായി. അതുപോലെ സ്ട്രെസ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം, സ്ട്രെസ് നമുക്ക് വരുമ്പോൾ അത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് നിന്റെ ഉള്ളിൽ ഒരു ചേഞ്ച് ആവശ്യമാണ്, നീ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഈ സ്ട്രെസ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഇമോഷണൽ പെയിനാണ്. നമ്മൾ ആ ഇമോഷണൽ പെയിനെ തിരിച്ചറിയുമ്പോൾ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് ഈ സങ്കടത്തിൽ നിന്ന് പുറത്തു കിടക്കണമല്ലോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക്. അപ്പൊ സ്ട്രെസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ടും കാണാം. എന്താണ്? എൻ്റെ ഉള്ളിൽ ഒരു ചേഞ്ച് വരുത്തണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ എത്തുന്ന കൂട്ടുകാരനാണ് സ്ട്രെസ്. പരീക്ഷ എഴുതാൻ വരുമ്പോ സ്ട്രെസ് വരുമ്പോ എന്ത് ഫിയറാണ് എനിക്ക് അവിടെ ഉള്ളത്, എന്തിനാണ് ഞാൻ പരീക്ഷയെ ഭയപ്പെടുന്നത്? അപ്പൊ അവിടെ ആക്ഷനിലേക്ക് പോകാൻ പറ്റും. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കും പേടിയില്ല, എല്ലാം അറിയാവുന്നവർക്കും പേടിയില്ല, ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നവർക്കാണ് പരീക്ഷയെ പേടിയെന്നാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളവിടെ പൂർണ്ണതയിൽ നമുക്ക് പറ്റുന്ന നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആക്ഷൻ എടുക്കാൻ പറ്റും. സ്ട്രെസ് എന്ന ലേബലിൽ നമ്മൾ അതിനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ
പക്ഷെ അവിടെ എനിക്കുണ്ടാകുന്ന പരീക്ഷയെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന ഭയം ഇന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയം നമുക്കതിൽ വർക്ക് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനായിട്ട് തന്നെ കാണാം. എന്നെ ഒരു നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നതിന് വരാം എന്നിലെ ചേഞ്ച് വരുത്താനായി ഓർമ്മിപ്പിക്കാൻ എത്തിയിരിക്കുന്ന എന്റെ കൂട്ടുകാരൻ. താങ്ക് യു സ്ട്രെസ്. നീ ഇപ്പൊ സ്ട്രെസ് ഉണ്ടായത് എന്റെ ഇന്ന ഇമോഷണൽ പെയിൻ കാരണമാണ്. ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് അതിനെ ഇന്ന കാര്യത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ആക്ഷൻ ഞാൻ ഇപ്പൊ തന്നെ എടുക്കാൻ പോകുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാനും പറ്റും. അപ്പൊ ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്, നമ്മൾ അതിനെ ഹീൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് പ്രതീക്ഷകൾ എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, പ്രതീക്ഷകളില്ലാത്ത എന്തു ജീവിതം? പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അത് ഹോപ്പ്ഫുള്ളാണ്. ആ പ്രതീക്ഷ എന്നുള്ളത് ഹോപ്പ്ഫുള്ളാണ്. നമ്മൾ ഇവിടെ പറയുന്നത് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരിയോ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണോ അയാൾ എന്നോട് എപ്പോഴും ഭയങ്കര സ്നേഹമായിട്ടായിരിക്കും പെരുമാറുക. ഞാൻ പറയാതെ തന്നെ അയാൾ എന്റെ കാര്യങ്ങൾ തിരിച്ചറിയും. ഞാൻ പറയാതെ തന്നെ അയാൾ എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരും. ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോ ഇതിനെവിടെയെങ്കിലും ഒരു വിള്ളല് വീഴുന്ന സമയത്ത് നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ് ആവും. നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ് ആവുമ്പോൾ നമ്മൾ പറയും, അയാൾ അങ്ങനെ പെരുമാറിയതിൽ ഐ ആം സ്ട്രെസ്ഡ്. അയാൾ അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ആണ് നമ്മൾ. അതുപോലെ നമ്മൾ നമ്മളിൽ തന്നെ കുറെ എക്സ്പെക്ടേഷൻസ് വെക്കും. എനിക്ക് പോസിറ്റീവ്, നമ്മൾ പറയുന്ന കാര്യം പോസിറ്റീവ് വേയിലാണ് നിങ്ങൾ എടുക്കുന്നത്, അതിന്റെ നെഗറ്റീവ് വേയിലേക്ക് നിങ്ങൾ പോകും. ഇപ്പൊ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചിന്തിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെ. പക്ഷെ അത് ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മളിലേക്ക് വന്നാൽ നമ്മൾ ആകെ അവിടെ തകർന്നു പോകും. അവിടെ നമ്മൾ വല്ലാതെ സങ്കടപ്പെടും, വല്ലാതെ പ്രഷറാവും. അത് നമ്മളെ വല്ലാതെ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുകയും മുന്നോട്ടുള്ള പോക്കിനെയും ബാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ ഹോപ്പ്ഫുൾ ആയിട്ട് എടുക്കുക. എല്ലാം നല്ലതായി തന്നെ നടക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ രചിക്കേണ്ടത് നമ്മളുടെ ജീവിതമാണ്. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? മറ്റുള്ളവരെന്ത് ചെയ്യണം, അവരെങ്ങനെ ചിന്തിക്കണം, അവരെന്ത് പ്രവർത്തിക്കണം, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രഷർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചിന്തിക്കണം, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആകുമ്പോൾ പിന്നെ നമുക്കവിടെ ഒരു പ്രഷറും ഇല്ല. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ, ഇപ്പൊ സാധാരണ മാതാപിതാക്കൾക്കൊക്കെ കുട്ടികൾ ഇങ്ങനെ അത് പ്രതീക്ഷിക്കരുതെന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ഓവർ ഇതിലേക്ക് നമ്മൾ അവരിന്നത് ചെയ്ത്, ഇന്നതുപോലെ ഇന്നത് ഇങ്ങനെ കല്യാണം കഴിച്ചു, ഇങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഒരു സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം തന്നെ നമ്മൾ പണിതു. പിന്നെ അത് തകർന്നു പോകുമ്പോൾ അതിനോടൊപ്പം നമ്മളും തകർന്നു. അത് ഏത് കാര്യത്തിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഈ നിമിഷത്തിൽ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ ചിന്തിക്കണം? ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം? അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഇമോഷണൽ പെയിനിലേക്കും പോകേണ്ട ആവശ്യമില്ല. അഥവാ എന്തെങ്കിലും ഇമോഷണൽ പെയിൻ വന്നാലും നമുക്കതിനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവോയ്ഡ് ജഡ്ജ്മെന്റ്. ജഡ്ജ് ചെയ്യുന്ന ഒരു രീതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയാണ്. നമ്മളുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും എല്ലാവരെയും ജഡ്ജ് ചെയ്യുവാണ്. ഇയാളെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇയാളെന്തിനാ അങ്ങനെ പറയുന്നത്. ഒപ്പം സെൽഫിനെ നമ്മൾ ജഡ്ജ് ചെയ്യും. ഇത് നമ്മളുടെ പ്രഷർ കൂട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജഡ്ജ്മെന്റ് ഒഴിവാക്കും. എല്ലാവരും അവരവരായിരിക്കാൻ നമ്മൾ അനുവദിക്കുക. നമ്മളായിരിക്കും. ആ ജഡ്ജ്മെന്റിനെ നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ
റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. നമുക്ക് അതർ പേഴ്സന്റെ ഷൂവിൽ നിന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുത്തിരിക്കണം. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ മനോഹരമാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മോർണിംഗ് റുട്ടീൻസ് നമ്മൾ അതിനൊരു ക്രമം തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കണം, നിർബന്ധമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിനൊരു റുട്ടീൻ തന്നെ നമ്മൾ ഇന്ന സമയം കൊണ്ട് ഇത്ര സമയം വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് ആ ഒരു ദിവസത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മോർണിംഗ് റുട്ടീൻ നമ്മൾ കറക്റ്റ് ചെയ്ത്, അപ്പൊ തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്ന അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് എന്താ ചെയ്യേണ്ട, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അടുക്കളയിൽ പോകണോ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഹോംവർക്ക് ചെയ്യണോ, കുട്ടികൾ എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്താ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ പ്രഷർ വരും. അപ്പൊ നമ്മുടെ മോർണിംഗ് റുട്ടീൻ നമ്മൾ ക്രമീകരിക്കും. പിന്നെ ഒരു പ്ലാനിങ്. ഇപ്പൊ ഒരാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഈ ആഴ്ച ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ആ പ്ലാനിങ് നമ്മൾ നേരത്തെ ചെയ്യും. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ഇട്ടാലും അതിന്റെ പ്ലാനിങ് നമ്മൾ നേരത്തെ ചെയ്യണം. ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് നമ്മൾ ആ പ്ലാനിങ് കൊണ്ടുപോകുമ്പോൾ നമ്മളിലേക്ക് പ്രഷർ വരും. അപ്പൊ നമുക്ക് സ്ട്രെസ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ് അത് നമ്മൾ നേരത്തെ തുടങ്ങണം. പോസിറ്റീവിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന പോസിറ്റീവിലേക്ക് തന്നെ പോകും എന്നുള്ള ഒരു തോട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അത് നമ്മുടെ ലൈഫിൽ മതിയായി. പല ഫുഡുകളും നമുക്ക് പ്രഷർ തരുന്നുണ്ട്. ചില ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് വാച്ച് ചെയ്യാം, എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹെൽത്തി ഡയറ്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട്. അതൊക്കെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനെ നമ്മളെ സഹായിക്കുന്ന ഒന്ന്. നമുക്കറിയാം, ശരീരം ശരിയല്ലെങ്കിൽ മനസ്സ് ശരിയാവും. മനസ്സിന് എന്തെങ്കിലും പ്രഷറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ശരീരം അതിനനുസരിച്ച്. അപ്പൊ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ഭക്ഷണക്രമം, ധാരാളം വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കണം. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കും. വെള്ളത്തിനൊക്കെ പവർ ഉള്ളതാണ്, നമ്മൾ വായിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മളെ കുടിക്കുന്ന ജലത്തിനെയൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്ത് കുടിക്കണമെന്നാണ്. എളുപ്പ ഇമോഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ആളാണ് ജലം. നമ്മളൊരു കുപ്പി വെള്ളം എടുത്ത് എവിടെ വെച്ചാലും അതിന്റെ ചുറ്റുപാട് എന്ത് ഇമോഷൻസ് ഉണ്ടോ അതിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെയാണ് ആഹാരം. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതിനെ ബ്ലെസ് ചെയ്ത്, ഈ വെള്ളം എന്റെ ആരോഗ്യത്തിന് എന്നെ സഹായിക്കുന്നതാണോ, ആഹാരം കഴിക്കുമ്പോൾ ഈ ആരോഗ്യം എന്നെ നല്ല ഹെൽത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, ഇങ്ങനെ ബ്ലെസ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളെ വാർത്തകളൊക്കെ ടിവിയിലും പത്രത്തിലും ഒക്കെ പത്രത്തിൽ വരുന്ന മെയിൻ ഹെഡിങ്സ് തന്നെയാണ് ടിവിയിലെ വാർത്തകളായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് ഇതിങ്ങനെ കാണും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാണുക കേൾക്കുക. കാണുന്നത് എളുപ്പം നമ്മുടെ മൈൻഡിൽ പതിയും. ഇപ്പൊ പഠന രീതിയിലൊക്കെ പുതിയ മാറ്റങ്ങൾ ചെയ്ത് പഠിക്കുക, കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണെന്ന് പറഞ്ഞ് കാണിച്ചാണ് ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ കാണിച്ചും ചെയ്യിച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ പോകുമ്പോൾ ഇത് 1000 തവണ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പോകും. അറിയാതെ നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ടോ, അയ്യോ ഈ ലോകത്തിൽ സംഭവിക്കുന്നതൊക്കെ ഇതാണോ, ഒരിടത്തും ഒരു സമാധാനം ഇല്ലേ, വെളിയിലിറങ്ങിയ അപകടമാണോ, ഇത് നമുക്ക് പ്രഷർ തരും. പൊതുവെ ഒരു സ്ട്രെസ് നമുക്ക് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിലീഫ്, നമുക്ക് ഇമോഷണൽ പെയിൻ തരുന്ന ബിലീഫിനെ നമ്മൾ ഉപേക്ഷിക്കുക. ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്കത് വേണ്ട, അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, അത് എന്നെ വല്ലാത്ത ഒരു പെയിനിലേക്ക് കൊണ്ടുപോകുന്നു ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാര്യം, നമുക്ക് വേണ്ടി നമ്മളൊരു സ്പേസ് കണ്ടെത്തും. അത് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിനകത്ത് ഏതെങ്കിലും, നമ്മുടെ ഒരു മുറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിരിക്കുന്ന ഒരു സ്ഥലം,
അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർക്ക്, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടെമ്പിള്, അല്ലെങ്കിൽ ഒരു പള്ളി, ചർച്ച്, അങ്ങനെ എവിടെയാണ് നമുക്ക് ചെന്നിരുന്നാൽ ഒരു അല്പസമാധാനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ പുറത്തേക്കൊന്നും പോകാൻ നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, മെഡിറ്റേഷൻ നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഇമോഷണൽ പെയിൻസിനെ ഒക്കെ റിലീസ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അതും ഒരു ടൂള് തന്നെയാണ്. അപ്പൊ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം നമ്മൾ വെക്കുക. ഒരു ദിവസം കിടക്കുന്ന മുറിയിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു, ഓരോ സമയം പ്രെയർ ചെയ്യുന്നിടത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു, ഒരു സമയം വേറെ സ്ഥലത്ത് പോകാതെ എവിടെയെങ്കിലും ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. ആ സ്ഥലം നിറഞ്ഞ എനർജി ആയിരിക്കും. കാരണം നമ്മൾ അവിടെ ഇരുന്ന് ഒരു കാര്യമാണ് ചെയ്യുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മളിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ആ പരമശക്തിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി. അത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സ്പേസ്, ചിലർക്ക് ചില അമ്പലത്തിന്റെ മുറ്റത്ത് ചെന്ന് അവിടെ എന്തെങ്കിലും ആൽമരം ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ തിണ്ണയിൽ ചെന്ന് ഇരിക്കുമ്പോൾ അറിയാതെ അത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന കൂടിയാണ്. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്കൊരു ചിലർക്ക് ചർച്ചിൽ പോയിരുന്ന് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനം. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് പോയിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നത്, അങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അവിടേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി, ഒരു ക്ലാരിറ്റി ഇല്ലാതെ, വളരെ തളർന്ന് എനർജി ഡ്രെയിൻ ആയി എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി ഇരിക്കാം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സമയം ഒരുപാട് കാര്യങ്ങളിലേക്ക് മൾട്ടി ടാസ്കിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ടാസ്കിലേക്ക് നമ്മൾ തന്നെ ക്രമീകരിക്കുക. ഒരേ സമയം ഇപ്പൊ ഒരു സമയം തന്നെ ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ ഇതിന് സമയം കൊടുക്കുന്നു എന്ന് പറയാം. അവിടെ തന്നെ 2-3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇതെല്ലാം കൂടി എനിക്ക് ഇത്ര സമയത്തിനകം തീർക്കാൻ പറ്റുമോ? ഓരോന്നോരോന്നിട്ട് നമ്മൾ പൂർത്തീകരിച്ച് പോകും. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉയരും, ഒരു സാറ്റിസ്ഫാക്ഷൻ വരും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ടാസ്കിലേക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അതായത് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ നിൽക്കുക. നമുക്കറിയാം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. പുറകിലേക്ക് നടന്നു പോയി തിരുത്തി കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ? നാളെ ഉണ്ടോ, അടുത്ത മൊമെന്റ് നമ്മൾ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ല. അപ്പൊ നമ്മൾ നല്ല ഫ്യൂച്ചറിലേക്ക് പോകണമെങ്കിൽ ഈ നിമിഷം നമ്മൾ എത്ര നന്നായി ഉപയോഗിക്കുമോ അതാണ് നമ്മളെ നല്ല ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പവർ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച്. പാസ്റ്റ് വരുമ്പോ പറയണം, വേണ്ട നീ കഴിഞ്ഞു പോയി, എനിക്ക് നിന്നോടൊന്നും ചെയ്യാനില്ല, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിലെ വിസ്ഡം ഞാൻ എടുക്കുന്നു, ഞാൻ ഈ നിമിഷത്തിൽ എനിക്ക് ഈ നിമിഷത്തിൽ ചെയ്യാൻ പറ്റും അതിലേക്ക് ഞാൻ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കും. ഭാവിയെ കുറിച്ച് ഓർക്കുമോ, നീ വരാനിരിക്കുന്നതേ ഉള്ളൂ, ഈ നിമിഷത്തിൽ എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞാലാണ് നാളെ നീ നല്ലതാവുന്നത്. അതുകൊണ്ട് പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. അതുപോലെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ നമ്മളാണ്. താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓരോ മൊമെന്റിനും, എല്ലാ കാര്യത്തിനും, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സൂം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കുക. അപ്പൊ നമ്മുടെ ഈ സൂമിന് ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ടാണ് പറ്റുന്നത്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ്, കറണ്ട്, നെറ്റ്, പിന്നെ ഈ ആശയങ്ങള് പലയിടത്തു നിന്നും ഞാൻ റിസർച്ച് ചെയ്ത് വായനയിലൂടെയൊക്കെ കണ്ടെത്തിയ വിവരങ്ങള്,
അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ അങ്ങനെ എന്തെന്തെല്ലാം കാര്യങ്ങളില് ഈ ഒരു സൂം സെഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഇത് കേൾക്കാനിരിക്കുന്ന നിങ്ങൾ, ഞാൻ ഇതുപോലെ കുറെ അറിവുകളെല്ലാം സമ്പാദിച്ച് വിശദമൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നാൽ നിങ്ങളെ പോലെ ആളുകൾ കേൾക്കാനില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും, നിങ്ങളെ ഓരോരുത്തർക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ മൊമെന്റിലും പറഞ്ഞു. അതുപോലെ നമ്മുടെ ലൈഫിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ എന്ന വലിയ അനുഗ്രഹം നിങ്ങൾക്കുള്ളത്. അതിന് ഗ്രാറ്റിറ്റ്യൂഡ്. വീട്, ജോലി, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുള്ള സമയത്ത് ഇതെല്ലാം നമുക്കുള്ളപ്പോ അതൊന്നും കാണാതെ നമ്മള് എനിക്കിനി എന്താ കിട്ടാനുള്ളത്, എനിക്ക് അത് കിട്ടുന്നില്ല, എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല, ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയാതെ ഉള്ള ഓരോ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുക, ശീലിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ദിവസം ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പറയാനുള്ള 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുക. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഓപ്പണായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ വീട്ടിൽ പത്രം കൊണ്ടുവരുന്ന ആള് പത്രം കൊണ്ടുവരും, താങ്ക് യു കേട്ടോ. അയാൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും എത്രയോ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പത്രം കെട്ടിടുന്നെടുത്ത് പോയി അതെടുത്ത് എടുത്ത് വെച്ച് സൈക്കിളിൽ ചവിട്ടി എത്രയോ വീടുകളിൽ കൊണ്ടുപോയിട്ട് എന്നിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നു, ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരാള് ഇത് കൊണ്ടുതരാനില്ല എങ്കിൽ നമുക്കത് കിട്ടുമോ? അപ്പൊ നമ്മൾ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണ്ടേ? അങ്ങനെ ഓരോരുത്തർക്കും, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാര് അവരില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുടങ്ങും. അപ്പൊ നമ്മുടെ ഞാൻ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ചെയ്താല്? പക്ഷെ അതിനൊരാൾ തയ്യാറായില്ല എങ്കിൽ നമുക്കത് സാധിക്കും. അപ്പൊ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ആൾക്കാരും ഈ പ്രപഞ്ചത്തിന് മൊത്തം നമ്മൾ എടുക്കുമ്പോ ഗ്രാറ്റിറ്റ്യൂഡേ നമുക്ക് പറയാനും, ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നിൽക്കുമ്പോ ഉണ്ടല്ലോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ പിന്നെ അവിടെ ഒരു പെയിനും ഇല്ല, ഒള്ളി ഹാപ്പി. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഇതൊക്കെ കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് പറയാനുള്ളത് തുറന്ന് പറയുക. ഈ പറയാനുള്ളത് പറയാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക, അത് നമ്മൾ നയപരമായി തന്നെ നമ്മൾ പറയാനുള്ളത് എന്ത് ചെയ്യുക, തുറന്ന് പറയുക. അത് നോ പറയേണ്ടടുത്ത് നോയും പറയുക. അത് നമ്മളെ വല്ലാതെ കൊടുക്കുന്ന ഒരു സാധനമാണ്. ഞാൻ നോ പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അവരിനി എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുമോ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുമോ എന്ന് പറഞ്ഞ് അത് നമ്മളിലേക്ക് അടക്കുമ്പോ അവിടെ ഈ പറഞ്ഞൊരു അവസാനം ഒരു പൊട്ടിത്തെറി ആയിരിക്കും. ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, ഒരു ചലഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ നമ്മൾ ഇതെല്ലാം 1 2 3 എന്ന് പറഞ്ഞ് സകലതും എടുത്ത് പറയാം, വലിയൊരു പൊട്ടിത്തെറിയായി. അതിന് പകരം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറഞ്ഞ് നയപരമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അത് നമുക്ക് നമ്മളുടെ ഇമോഷണൽ പെയിൻസിനെ എന്താ പറയുക, അൺക്രിയേറ്റ് ചെയ്യാനും റീഫ്രെയിൻ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ നമ്മളെ എന്ത് ചെയ്യും, അത് സഹായിക്കും. നമ്മൾ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഇന്നർ വോയിസ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണ്, ആ ഇന്നർ വോയിസിലേക്ക്. ഏത് കാര്യത്തിനും എല്ലാ ആളുകളുടെ അടുത്ത് നിന്ന് ഉപദേശം തേടുന്നു ഒക്കെ നല്ല കാര്യം തന്നെയാണ്. ഓരോ ആളുകളും നമ്മൾ വിചാരിക്കുക, ഓരോ ആളുകളും അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് അഡ്വൈസ് നൽകുന്നത്. ആ അഡ്വൈസ് ചിലപ്പോൾ നമുക്കത് സ്യൂട്ട് ആവണമെന്ന് നിർബന്ധമില്ല. അവര് നേരിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ നേരിടണമെന്നുമില്ല. നമുക്ക് കേൾക്കാം, അഡ്വൈസ് എടുക്കാം, എന്നിട്ട് ഉള്ളിലേക്ക് ചോദിക്കുക, ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇതാണോ എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഉള്ളിലേക്ക് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ ഡിസിഷൻ എടുക്കുക. അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ കൂടിയാകും.
വി ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ ഡിസിഷൻ. മറ്റൊരാളുടെ ഡിസിഷൻ അനുസരിച്ച്, അവരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നതെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ ഒരിക്കലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ചേഞ്ച് വരുത്താനും സാധ്യം. നമ്മൾ പറയുന്ന എന്താണ്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്, അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ലല്ലോ. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ വേറൊരാളെ അങ്ങ് സൗകര്യപൂർവ്വം ഏൽപ്പിക്കുമ്പോൾ അവിടെ ആ ചേഞ്ച് വരാനുള്ള സാധ്യത കുറയുന്നു. അപ്പൊ നമ്മളുടെ ഡിസിഷൻ എപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നർ വോയിസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്തിനും ഓണർഷിപ്പ് എടുക്കുന്നതിന് പകരം നമ്മൾ ട്രസ്റ്റി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ സ്റ്റൈൽ ഇതാക്കുക. നമ്മളിപ്പോ അവകാശം എന്ന രീതിയിൽ പല കാര്യങ്ങളെയും കാണുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പ്രഷർ എടുക്കേണ്ടി. ഇപ്പൊ ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു കാലയളവിൽ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ വിശ്വസ്തയോടുകൂടി അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമ്മുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഇപ്പം ഞാൻ ഹസ്ബൻഡാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന അവകാശങ്ങൾ ഭാര്യയിലുണ്ട്, ഞാൻ വൈഫാണ്, അതെനിക്ക് ഇന്ന ഇന്ന അവകാശങ്ങൾ ഭർത്താവിലുണ്ട് എന്ന് നമ്മൾ പറയുന്നിടത്ത് അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. പല കാര്യങ്ങളിൽ പകരം എന്നെ വിശ്വസ്തയോടെ ഈ ജീവിതം ദൈവം ഏൽപ്പിച്ചു, എന്നെ വിശ്വസ്തയോടെ ഇദ്ദേഹത്തെ കയ്യിൽ തന്നു. ഇപ്പൊ നമ്മള് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സൊക്കെ ഇവിടെ ചിന്ത എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ ആകുമ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിനോടും ആ ക്ലാസ്സിലെ കുട്ടികളോടുമുള്ള മനോഭാവം തന്നെ കംപ്ലീറ്റ്ലി മാറും നമ്മൾ. കാരണം ഇവരെ നമ്മൾ പരിപാലിക്കേണ്ടതാണ്, ഇവരെ നമ്മൾ വിശ്വസ്തയോടെ സംരക്ഷിക്കേണ്ടതാണ്, ഇവർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്ന ഒരു തോട്ട് നമ്മൾ. അപ്പൊ ഓരോ ക്ലാസ്സിന്റെയും ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം നമ്മുടെ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് അല്പം കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കും, ആ ക്ലാസ്സിന് കൂടുതൽ ശ്രദ്ധ. അപ്പൊ ഒരു അവകാശം എന്നതിനേക്കാളും ഞാൻ ഇതിന്റെ പരിപാലകനാണ്, വിശ്വസ്തയോടെ ഞാൻ പരിപാലിക്കും എന്ന ഒരു തോട്ട് ചേഞ്ച് ചെയ്താൽ അവിടെ പ്രഷർ ഇല്ല. അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യമാണ് റെഡ്യൂസ് ഡെഡ് ലൈൻസ്. നമ്മൾ ഡെഡ് ലൈൻസ് ഇടുമ്പോൾ ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു, 21 ദിവസം കൊണ്ട് ഇത് ഞാൻ പൂർത്തിയാക്കും എന്ന ഒരു ഡെഡ് ലൈൻ ഞാൻ കൊടുക്കുമ്പോൾ, ഡെഡ് ലൈൻ കൊടുക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. ഏത് കാര്യം നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഇത്ര സമയമുണ്ട്, അതിൽ ഇത്ര സമയം എനിക്ക് ഉറങ്ങണം, ഇത്ര സമയം എനിക്ക് റിലാക്സ് ചെയ്യണം, ബാക്കി എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത് ഇത്ര സമയമാണ്, അതിൽ എത്ര സമയമാണ് ഞാൻ ഈ പ്രോജക്റ്റിന് മാറ്റിവെക്കാനായിട്ട് പോകുന്നത്, കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത്ര ദിവസം കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പ്രഷർ ഇല്ലാതെ നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രഷർ വരും. കാരണം അമിതമായ അധ്വാനം നമ്മളെ എന്ത് ചെയ്യും? രോഗികളാകും. ആരോഗ്യം, നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ അത് ക്ഷയിപ്പിക്കും. പിന്നെ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ അതുണ്ടാകാതെ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു ദിവസത്തെ എത്ര സമയം അതിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ഒരു ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ലൈസൻസിലേക്ക് പോകല്ലോ കേട്ടോ, അത് ഞാൻ എപ്പോഴും പറയും. അതിലേക്ക് പോകാതെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അമിതമായിട്ടുള്ള പ്രഷർ തരുന്ന ജോലികൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾ പോസിറ്റീവ് വശം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഹെഡായിട്ട് ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ഏറ്റെടുക്കാൻ, അതിനെയൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റും
എന്ന ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ അത് ഏറ്റെടുക്കാറ്. നമുക്കറിയാം അമിത സമ്മർദ്ദം കാരണം അത് സ്ട്രെസ് എന്ന് തന്നെയാണ് പറയുന്നത് ആൾക്കാർ. അമിതമായ പ്രഷറാണ് അവിടെ ഉണ്ടാകുന്നത്. അത് കാരണം എത്രയോ പേര് ജീവിതം തന്നെ അവസാനിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനെ വളരെ നിസ്സാരമായി കാണും. ശരിയായിരിക്കാം, അവിടെ നമുക്ക് സാലറി കൂടുതൽ കിട്ടും, പൊസിഷൻ വൈസ് ഭയങ്കര ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ എത്തുന്നത്. പക്ഷെ അവിടെ നമ്മൾ എല്ലായ്പ്പോഴും പ്രഷറിലാണ് നിൽക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ആലോചിച്ച് എന്നെ കൊണ്ട് ഇത് ഒരിക്കലും പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വേണ്ട എന്ന്, പറ്റില്ല, ഉറപ്പാണ് ഇത് പറ്റില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് അതിനെ ഏറ്റെടുക്കുക, അത് ചെയ്യുക. അതിൽ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ട്രാൻസ്ഫോം ചെയ്യുക, അതിനെ അൺക്രിയേറ്റ് ചെയ്യുക, അതിനെ റീഫ്രെയിം ചെയ്യുക. അത് നമ്മൾ ചെയ്തിരിക്കണം. എല്ലാ ഇതിലും, നമ്മുടെ കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ പ്രഷർ, ഇമോഷണൽ പെയിൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അതിനെ തിരിച്ചറിഞ്ഞ് ഹാൻഡിൽ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് റീഫ്രെയിം ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം വി ആർ ദ ക്രിയേറ്റേഴ്സ്, നമ്മളാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കതിനെ അൺക്രിയേറ്റ് ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും വീണ്ടും വീണ്ടും ഞാനത് പറയുന്നത് നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇമോഷണൽ പെയിൻസിനെയും പ്രഷേഴ്സിനെയും ഒക്കെ, ഇപ്പൊ സ്ട്രെസ് എന്നാണ് നിങ്ങൾ അതിനെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യണം. വൈ ഇറ്റ് ഹാപ്പൻസ്, വാട്ട് ഇസ് ദ റീസൺ, ഹൗ ക്യാൻ ഐ ഓവർകം ഇറ്റ്, ഹൗ ക്യാൻ ഐ മാനേജ് ഇറ്റ്, ഹൗ ക്യാൻ ഐ ട്രാൻസ്ഫോം ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. ഹെൽപ്പ് എടുക്കേണ്ടടുത്ത് നമ്മൾ ഹെൽപ്പ് എടുക്കണം. അനലൈസ് ചെയ്ത് നമ്മൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകണം. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഇമോഷണൽ പെയിനെ ഒക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും അൺക്രിയേറ്റ് ചെയ്യാനും റീഫ്രെയിം ചെയ്യാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ശാരീരിക, മാനസിക, ആത്മീകമായ ഒരു മൈൻഡ് വൈസും ബോഡി വൈസും സ്പിരിച്വലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഇത് മൂന്നും വേണം. ഇതെല്ലാം ബാലൻസ്ഡ് ആയി പോകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പുഴ ഒഴുകുന്ന പോലെ ശാന്തമായി ഒഴുകാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സെറനിറ്റി പ്രെയർ തന്നെയുണ്ട്. അതായത് ഇതാണ്: ദൈവമേ, എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ശാന്തതയും എനിക്ക് മാറ്റാൻ കഴിയുന്നതിനെ മാറ്റാനുള്ള ധൈര്യവും വ്യത്യാസമറിയാനുള്ള ജ്ഞാനവും എനിക്ക് നൽകണമേ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതിനെ ശാന്തതയോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഇനി മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അതിനെ മാറ്റാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഇനി മാറ്റാനുള്ള കാര്യവും മാറ്റാൻ പറ്റാത്ത കാര്യവും തിരിച്ചറിയാനുള്ള ജ്ഞാനവും നമുക്കുണ്ടാകും. ഏതാണ് മാറ്റാൻ കഴിയുന്നത്, ഏതാണ് മാറ്റാൻ കഴിയാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനവും നമുക്കുണ്ടാകണം. ഇത് നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാനും ശാന്തമായ ഒരു പുഴ ഒഴുകുന്നത് പോലെ നമുക്ക് ഒഴുകാനും സാധിക്കും. ഇനി നമുക്കൊരു ചെറിയ മെഡിറ്റേഷനിലേക്ക് പോകാം. ഒരു വളരെ ചെറിയ സമയം എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലെ സമ്മർദ്ദങ്ങള്, നമ്മുടെ പ്രഷേഴ്സിനെ, നമ്മളിലെ ഉള്ള പ്രതികൂലമായ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് റിലീസ് ചെയ്യണം. ഇപ്പൊ ഞാനിത് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ തനിയെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ മെഡിറ്റേഷൻ, ഒരു 5 minutes, അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന്, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വളരെ സ്വസ്ഥവും സമാധാനമായിട്ടൊന്ന് ഇരിക്കുക. വളരെ സ്വസ്ഥവും സമാധാനമായിരിക്കുക. സാവകാശം
കണ്ണുകൾ അടയ്ക്കുക. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ പ്രാണവായു നമ്മളെ അശാന്തതയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും സമാധാനം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോവുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഇടം തന്നെയാകാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീടിനുള്ള മറ്റൊരു മുറിയാകാം, അല്ലെങ്കിൽ അതൊരു ചർച്ചാകാം, അല്ലെങ്കിൽ അതൊരു ടെമ്പിൾ ആകാം, അല്ലെങ്കിൽ അതൊരു ഗാർഡൻ ആകാം, ഒരു പാർക്കാവാം, ഒരു നദിയുടെ കരയാവാം, എവിടെയും ആകാം. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ ശാന്തമായ ആ സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം അസമാധാനവും ശാന്തതയും സന്തോഷവും ഒക്കെ അനുഭവപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് പോവുകയാണ്. ആ ഹൃദയത്തിനുള്ളിലേക്ക് പോകുമ്പോൾ, ആഴത്തിൽ ആഴത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താം. വളരെ പവർഫുൾ ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, വൈസായിട്ടുള്ള, സ്ലൗഫുൾ ആയിട്ടുള്ള സോണിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ആ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിന് പകരം ഇപ്പോൾ നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഡിസപ്പോയിന്റ്മെന്റും, വറീസും, ആങ്സൈറ്റിയും, സാഡ്നെസ്സും, ആങ്കറും, റിവഞ്ചും ഒക്കെയാണ്. നിങ്ങളുടെ ഓരോ സെല്ലിലും ഇങ്ങനെ അതൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സെല്ലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് തന്നെ മന്ത്രിക്കുന്നു. എന്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയ എല്ലാ സമ്മർദ്ദങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു. എന്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയ എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും ഞാൻ വിട്ടയക്കുന്നു. എന്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയ എല്ലാ ദേഷ്യത്തിനെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു. എന്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ നിരാശകളെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു. എന്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയ എല്ലാ സങ്കടങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു. നിങ്ങളുടെ സെല്ലിൽ അടിഞ്ഞുകൂടിയ ഓരോ നെഗറ്റീവായ ഇമോഷൻസും പ്രതികൂല ചിന്തകളുമൊക്കെ ഇപ്പോ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ സെല്ല് കംപ്ലീറ്റ്ലി വോയിഡ് ആയിരിക്കുകയാണ്, ശൂന്യതയാണ്. അവിടെ ഇപ്പം മറ്റൊന്നുമില്ല. അവിടേക്ക് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, റീഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമോഷൻസിനെ കൊണ്ടുവന്ന് സ്നേഹപൂർവ്വം നിറയ്ക്കുക. സ്നേഹം, സന്തോഷം, സമാധാനം, ജ്ഞാനം, ശാന്തത, ദയ, ഇങ്ങനെയുള്ള ആനന്ദം, ഇങ്ങനെയുള്ള എല്ലാ ഇമോഷൻസിനെയും, ഓരോ അനുകൂലമായ ഇമോഷൻസിനെയും നിങ്ങളുടെ സെല്ലിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാമത്, അനുഭവിക്കാം. നിങ്ങളുടെ സെല്ല് സ്നേഹം കൊണ്ട് നിറയുന്നത്, സന്തോഷം കൊണ്ട് നിറയുന്നത്, ആനന്ദം കൊണ്ട് നിറയുന്നത്, എല്ലാം പോസിറ്റീവായിട്ടുള്ള ദയ കൊണ്ട് നിറയുന്നത്, കാരുണ്യം കൊണ്ട് നിറയുന്നത്, അനുകമ്പ കൊണ്ട് നിറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് ആ സന്തോഷവും ആനന്ദവും ഒക്കെ നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും നിറയുന്നു, നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിപ്പോൾ സ്നേഹത്താൽ നിറഞ്ഞ ആത്മാവാണ്, പരിശുദ്ധതയാൽ നിറഞ്ഞ ആത്മാവാണ്, സമാധാനത്താൽ നിറഞ്ഞ ആത്മാവാണ്, സന്തോഷത്താൽ നിറഞ്ഞ ആത്മാവാണ്, അനുഗ്രഹത്താൽ നിറഞ്ഞ ആത്മാവാണ്, ആനന്ദത്താൽ നിറഞ്ഞ ആത്മാവാണ്, ജ്ഞാനത്താൽ നിറഞ്ഞ ആത്മാവാണ്. ഒരു നിമിഷം നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമൊക്കെ നന്ദി സമർപ്പിക്കുക. എന്നിട്ട് വളരെ സാവകാശം
മനോഹരമായ ഒരു പുഞ്ചിരിയോടുകൂടി, നന്ദി നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകള് തുറക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ സെഷനും കൂടി ഞാനിവിടെ പറയാണ്. ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ സെഷൻ. കാരണം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നത്? ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ് എങ്ങനെ നമുക്ക് പരിശീലിക്കാം എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ ട്യൂസ്ഡേയിലെ സെഷൻ. അപ്പൊ എല്ലാവരെയും ആ സെഷനിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു.